ഇന്ന് ഈ വീഡിയോ കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന് നമുക്ക് നിഫ്റ്റിയിലുണ്ടായിരുന്ന ട്രേഡ് എൻട്രീസിനെ പിന്നിലുള്ള ലോജിക്കാണ്. ഇന്ന് നമുക്ക് നിഫ്റ്റിയിൽ ഈ ഒരു ലെവലിൽ നിന്ന് ഒരു ഷോർട്ട് എൻട്രി ആയിരുന്നു നമുക്ക് നിഫ്റ്റിയിലുണ്ടായിരുന്നത്. മാത്രമല്ല ഇന്നത്തെ ഡേലോ ബ്രേക്ക് ചെയ്ത സമയത്തും ഒരു ഷോർട്ട് എൻട്രി നമുക്കുണ്ടായിരുന്നു. സോ ഈ ഒരു എൻട്രിൻ്റെ പിന്നിലുള്ള ലോജിക്ക് എന്താണ് എന്നുള്ളതും എങ്ങനെ ഈ ഒരു ട്രേഡ് ലൊക്കേഷനിലോട്ട് നമ്മൾ ട്രേഡ് പ്ലാനായിട്ട് എത്തി എന്നുള്ളതാണ് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് മി ആദിൽ. വെൽക്കം ടു സ്റ്റോക്ക് മാർക്കറ്റ് കേരള. ഇന്ന് നിഫ്റ്റിയുടെ മാർക്കറ്റിൻ്റെ ഓപ്പണിംഗ് നോക്കിക്കഴിഞ്ഞാൽ പ്രീവിയസ് ആയിട്ടുള്ള ഡേൻ്റെ റേഞ്ചിൻ്റെ ജസ്റ്റ് അബോവ് ആണ് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് നിഫ്റ്റിയിൽ എൻട്രി എടുക്കുന്ന സമയത്ത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ലൊക്കേഷൻസ് മാർക്ക് ചെയ്യാറുണ്ട്. സോ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ലൊക്കേഷൻസ് മാർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രീവിയസ് ആയിട്ടുള്ള ഡേ ഹൈ, പ്രീവിയസ് ആയിട്ടുള്ള ഡേ ലോ ആണ് ആക്ച്വലി വളരെ ഇമ്പോർട്ടൻ്റ് ആയ ലൊക്കേഷൻസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഈ വെർജിൻ CPR ഒക്കെ ഇന്നും ആക്ച്വലി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇന്നലെ അത് ടെസ്റ്റ് ചെയ്തിട്ടില്ല. സോ ഇന്നലത്തെ ഡിസ്കസ് ചെയ്ത പോലെ ഇന്നും ആക്ച്വലി ആ ഒരു വെർജിൻ CPR എന്തുണ്ട്, ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ ഒരു ലെവലിൽ എത്തുന്ന സമയത്ത് നമുക്ക് ബുള്ളിഷ് ആയിട്ടുള്ള എൻട്രിയിലോട്ടും നമുക്ക് ബുള്ളിഷ് ആയിട്ടുള്ള എൻട്രി ട്രേഡിലോട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വെർജിൻ CPRലോട്ട് എത്താൻ പറ്റും. എത്തിയിട്ട് അങ്ങനത്തെ ബുള്ളിഷ് ആയിട്ടുള്ള എൻട്രികളൊക്കെ എടുക്കാൻ പറ്റും. സോ ഇന്ന് നമുക്ക് എൻട്രി ആക്ച്വലി ഉണ്ടായിരുന്നത് ഈ ലെവൽസിൽ നിന്നുള്ള ഈ ഒരു ലെവലിൽ മാർക്കറ്റ് എത്തിയ സമയത്ത് ബിയറിഷ് ആയിട്ടുള്ളൊരു എൻട്രി ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. സോ ഈ ഒരു എൻട്രി എങ്ങനെ നമ്മൾ ട്രേഡ് എടുത്തു, ഈ എൻട്രിയിൽ എങ്ങനെയാണ് നമ്മൾ എന്തുകൊണ്ടാണ് അവിടെ ട്രേഡ് എടുക്കാനുണ്ടായ ഒരു കാരണം, എന്തുകൊണ്ടാണ് അവിടെ ഒരു ട്രേഡ് പ്ലാൻ ആയിട്ടുള്ള ലൊക്കേഷൻ വളരെ ഇമ്പോർട്ടൻറ്റ് ലൊക്കേഷനായിട്ട് മാർക്ക് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈനാമിക് സോൺ തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നമുക്ക് ഡൈനാമിക് സോൺ എന്നുള്ള എൻട്രീസ് ആണ് നിഫ്റ്റിയിൽ പൊതുവേ കിട്ടിയിട്ടുള്ളത്. സോ ഇന്നും നമ്മൾ മാർക്കറ്റിൻ്റെ ഒരു കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ ഡൈനാമിക് സോൺ എന്നുള്ള റിവേഴ്സൽ എൻട്രി തന്നെയാണ് ഇന്ന് നമുക്ക് കിട്ടിയത്. സോ നമ്മൾ പൊതുവെ ഡിസ്കസ് ചെയ്യുന്ന പോലെ ബേസ് ഫോം ചെയ്യുന്ന ഒരു എൻട്രി, ഡൈനാമിക് സോണിൽ നിന്ന് ബേസ് ഫോം ചെയ്യുന്ന ഒരു എൻട്രിയാണ് ആക്ച്വലി ഇന്ന് മാർക്കറ്റിൽ നമുക്ക് നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നത്. സോ ഇവിടെ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ അതിലോട്ട് പോകുന്നതിന് മുമ്പ് ഇതിൻ്റെ ഓപ്പണിംഗ് നോക്കുകയാണ്. സോ ഇവിടെ ഓപ്പണിംഗ് നോക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു റേഞ്ചിലാണ് ആക്ച്വലി ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. ചെറിയൊരു റേഞ്ചിൽ, അതായത് ചെറിയൊരു ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ബിഗ്ഗർ ആയിട്ടുള്ള റേഞ്ചസ് അല്ല. സോ ഈ ഫസ്റ്റ് ക്യാൻഡിൽ ബിഗ്ഗർ അല്ല എന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലൊക്കെ ഈ ഫസ്റ്റ് ക്യാൻഡിൽ അത്ര ബിഗ്ഗർ അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫസ്റ്റ് ക്യാൻഡിലെ ഹൈനും ലോക്കും അത്ര ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഇവിടെ ഈ ഒരു ഫസ്റ്റ് ക്യാൻഡിൽ എന്തുകൊണ്ട് ബിഗ്ഗർ, ഇപ്പോൾ ഈ ഒരു ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഹൈയും ലോവും ഇത്രയേ ഉള്ളൂ, ചെറിയൊരു റേഞ്ചാണ്. സോ ചെറിയൊരു റേഞ്ച് ആയതുകൊണ്ട് തന്നെ ഇവിടെ അത്രയും ആക്റ്റീവായിട്ടുള്ള ബയേഴ്സും സെല്ലേഴ്സും ഉണ്ടാകാനുള്ള ചാൻസസ് കുറവാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫസ്റ്റ് ക്യാൻഡിലെ ഹൈസിനും ലോസിനും അത്ര തന്നെ ഇമ്പോർട്ടൻസ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇന്നത്തെ ദിവസത്തിൽ കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഇന്നലത്തെ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ക്യാൻഡിലെ ഹൈനും ലോനും നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇത് റേഞ്ച് ഭയങ്കര ബിഗ്ഗറാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ലെവൽസിലും എന്തുണ്ടാവാൻ ചാൻസസ് ഉണ്ട്, ബയേഴ്സിനും സെല്ലേഴ്സിനും റിയാക്ഷൻ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു ക്യാൻഡിൽ നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. നമ്മൾ നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുത്ത ലൊക്കേഷൻ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ലൊക്കേഷൻ ആയിരുന്നു. സോ ഈ ഒരു ലൊക്കേഷൻ എന്തുകൊണ്ട് ഇമ്പോർട്ടൻസ് കൊടുത്തു എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതെന്താണ്, ഡൈനാമിക് സോൺ ഉള്ളത് കൊണ്ടാണ്. സോ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഡൈനാമിക് സോണിൽ നിന്ന് ഒരു ബേസ് ഫോം ചെയ്തിട്ടുള്ള ഒരു എൻട്രിക്കാണ് നമ്മൾ ഇവിടുന്ന് പ്രിഫറൻസ് കൊടുക്കുന്നത്. അതായത് ഡൈനാമിക് സോണിൽ മാർക്കറ്റ് എത്തുന്ന സമയത്ത് അവിടുന്ന് റിവേഴ്സൽ ട്രേഡുകൾ, താഴത്തോട്ട് റിവേഴ്സൽ ട്രേഡുകൾ എടുക്കാൻ പറ്റും. ഡൈനാമിക് സോൺ എടുത്തുന്ന സമയത്ത് റിവേഴ്സൽ ട്രേഡുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്കറ്റിൽ നോക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ റിവേഴ്സൽ ട്രേഡ് എന്ന് പറയുമ്പോൾ ബിയറിഷ് ആയിട്ടുള്ള എൻട്രിയിലോട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിന് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുക. സോ ഇവിടെ ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്ന പോലെ ഇവിടെ എന്താണ് നമുക്ക് ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത്, ബേസ് ഫോം ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പം ഇവിടെ ഇതാണ് ഡൈനാമിക് സോൺ. ഈ ഡൈനാമിക് സോണിൽ നിന്ന് ഈ ഒരൊറ്റ ക്യാൻഡിൽ പോയിട്ട് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒറ്റ ക്യാൻഡിൽ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ലൊക്കേഷനിൽ എത്തുന്ന സമയത്ത്, അതായത് പ്രത്യേകിച്ച് ഡൈനാമിക് സോണൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും സിംഗിൾ ക്യാൻഡിൽ എന്ത് ചെയ്യുന്നില്ല, എൻട്രി എടുക്കുന്നില്ല. നമ്മൾ ബേസ് ഫോം ചെയ്ത് ആ ബേസിൻ്റെ ഒരു ബൗണ്ടറി ബ്രേക്ക് ചെയ്യുമ്പോഴാണ് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എൻട്രി എടുക്കേണ്ടത്. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ബേസ് ഇവിടെ നിന്നും ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബേസ് ഫോം ചെയ്തിട്ട് ഈ ബേസിൻ്റെ ബൗണ്ടറി ബ്രേക്ക് ചെയ്ത് വീണ്ടും ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ എൻട്രി എടുത്തിരുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഷോർട്ട് എൻട്രി ആണുണ്ട്. സോ ഇവിടെ ഒരു ബേസ് ഫോം ചെയ്തിട്ട് ഡൈനാമിക് സോൺ ഇവിടെ ഉണ്ട്. ഈ ഡൈനാമിക് സോണിൻ്റെ ഈ ലെവലിൽ ബേസ് ഫോം ചെയ്തിട്ട് അതിൻ്റെ ഷോർട്ടായിട്ടുള്ള അതിൻ്റെ ഡൗൺ ആയിട്ടുള്ള ഈ ബൗണ്ടറിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്ത് എൻട്രി എടുക്കേണ്ടത്. സോ നമുക്ക് ഇവിടെ എങ്ങനെ ബേസ് വരയ്ക്കാം എന്ന് ഫസ്റ്റ് നമുക്ക് നോക്കാം. ഇവിടെ ഈ ഒരു ബേസ് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരിക്കലും ഈ ഒരു ക്യാൻഡിൽ ഷോർട്ട് പോകുന്നില്ല. സോ ഈ ഒരു ക്യാൻഡിലിനെ നമ്മൾ എന്ത് ചെയ്യണം, ബേസിൽ ഇൻക്ലൂഡ് ചെയ്യണം. സോ നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻഡിൽ ഷോർട്ട് പോകുന്നില്ല. സോ നെക്സ്റ്റ് ക്യാൻഡിൽ വെയിറ്റ് ചെയ്യണം. നെക്സ്റ്റ് ക്യാൻഡിൽ വെയിറ്റ് ചെയ്യുമ്പം ഈ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ക്യാൻഡിൽ വരുന്നു. സോ ഈ ഒരു 2 ക്യാൻഡിലും വെച്ചിട്ടാണ് പിന്നെ നമ്മൾ ബേസ് വെക്കേണ്ടത്. സോ ഈ ഒരു 2 ക്യാൻഡിലും കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ ക്യാൻഡിലിൻ്റെ ഹൈയും
അതായത് ഇവിടെ ഉണ്ടാക്കിയ ഹൈയും, അതായത് ഈ ഒരു പിന്നെ ഇവിടെ ഒരു ബുള്ളിഷ്നെസ് ആയിട്ടുള്ള ഒരു ചെറിയ ക്യാൻഡിൽ വന്നു. ഈ ഒരു ക്യാൻഡിൽ ഉണ്ടാക്കിയ ലോനും വെച്ചിട്ടായിരിക്കണം നമ്മൾ ബേസ് ക്രിയേറ്റ് ചെയ്ത് വെക്കേണ്ടത്. ഓക്കെ. സോ പിന്നെ ഈ ഒരു 2 ക്യാൻഡിലിൻ്റെ ബൗണ്ടറി ബ്രേക്ക് ചെയ്യുന്ന സമയത്താണ് നമ്മൾ എൻട്രിയിലോട്ട് പോകേണ്ടത്. സോ ഇവിടെ നമ്മൾ എൻട്രിയിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതാണ് നമ്മൾ ബേസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ ഈ ഒരു ബേസിൻ്റെ ലോവർ ബൗണ്ടറി ബ്രേക്ക് ചെയ്യുന്ന സമയത്താണ് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യേണ്ടത്? എൻട്രിയിലോട്ട് പോകേണ്ടത്. സോ എന്തുകൊണ്ട് ഇങ്ങനെ ബേസിനെ വരയ്ക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ എന്ത് ബേസിന്ന് ബ്രേക്ക് കാണിച്ചിട്ട് വേണം അവിടുന്ന് ഒരു എൻട്രിയിലോട്ട് പോകാൻ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ കൺഫർമേഷനാണ്. കൂടുതൽ കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാലാണ് ഇങ്ങനത്തെ ലൊക്കേഷൻസ് നമുക്ക് അവിടുന്ന് നല്ല എൻട്രീസ് എടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ബേസ് നിന്ന് ബ്രേക്ക് ചെയ്യണം എന്ന് പറയുന്നത്. സോ ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇത്രയും ആക്ച്വലി ഇത്രയും ഭാഗത്ത് മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്തു. നല്ല രീതിയിലുള്ള സെല്ലേഴ്സിനെയും ഇവിടെ കാണിക്കണം എന്നുണ്ടെങ്കിൽ ഈ ആക്ച്വലി അവർ ഫോം ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ചെറിയ റേഞ്ചിന് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിലോട്ട് കൂടുതലായിട്ടുള്ള കൺഫർമേഷൻ കിട്ടുന്നത്. ഇനി ഇവിടുന്ന് എൻട്രി എടുക്കാൻ പറ്റുമോ എന്നുള്ള ഈ റാലി ക്യാച്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ. സോ ഇവിടുന്ന് നമ്മൾ എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടാർഗറ്റായിട്ട് വെക്കുന്നത് എവിടെയായിരിക്കും? പ്രത്യേകിച്ച് ഈ ഒരു ഡേലോയിലായിരിക്കും. മാർക്കറ്റ് അന്ന് ഉണ്ടാക്കിയ ഡേലോയിലായിരിക്കും ടാർഗറ്റായിട്ട് വെക്കുന്നത്. സോ ഇവിടുന്ന് നമ്മൾ എൻട്രി എടുക്കുകയാണെങ്കിൽ ഈ ഒരു ക്യാൻഡിലാണ് ആക്ച്വലി ബേസ് ബ്രേക്ക് ചെയ്ത്. ഇവിടുന്ന് എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എത്ര വരും? ഇത്രയും ബിഗ്ഗറായിട്ട് വരും. ടാർഗറ്റ് എത്ര വരിക? ഇത്രയും ചെറുതേ വരുള്ളൂ. അങ്ങനെ ടാർഗറ്റ് ഈ ഒരു ലെവലിലാണ് നമ്മൾ ടാർഗറ്റ് വെക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ റിസ്ക് റിവാർഡ് ഒരിക്കലും ഫേവറബിൾ അല്ല. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ട്രേഡ് അവോയ്ഡ് ചെയ്യണം. അപ്പോൾ എന്താണ് നമ്മൾ ഈ ഒരു ട്രേഡ് അവോയ്ഡ് ചെയ്യണം. അപ്പോൾ പിന്നെ നമ്മൾ ആക്ച്വലി ഒരു റീടെസ്റ്റിന് വെയിറ്റ് ചെയ്യേണ്ടത്. സോ ഇവിടെ ഒരു ബിഗ്ഗർ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ഇത്രയും വലിയൊരു ബിഗ്ഗറായിട്ടുള്ള ക്യാൻഡിൽ വന്നു, ഇങ്ങനത്തെ ബിഗ്ഗർ ക്യാൻഡിലാണ് ബ്രേക്ക് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും ഒരു റീടെസ്റ്റിന് വെയിറ്റ് ചെയ്യണം. ആ റീടെസ്റ്റിന് വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അടുത്ത എൻട്രിയിലോട്ട് പോകേണ്ടത്. നമ്മൾ ഇതേ ഒരു ട്രേഡ് സെറ്റപ്പ് ആയിരുന്നു ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. ഇന്നലെയും ഈ ഒരു ലെവലിൽ ബ്രേക്ക് ചെയ്ത സമയത്ത് ബിഗ്ഗറായിട്ടുള്ള ക്യാൻഡിലായിരുന്നു ബ്രേക്ക് ചെയ്യുന്നത്. ഇവിടെ ഒരു ബേസ് ഉണ്ടായിരുന്നു. ഈ ഒരു ബേസിൽ ആക്ച്വലി ബ്രേക്ക് ചെയ്ത സമയത്ത് ബിഗ്ഗറായിട്ടുള്ള ക്യാൻഡിലായിരുന്നു ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീണ്ടും ഈ ഒരു ബൗണ്ടറിൻ്റെ ലെവലിലോട്ട് ടെസ്റ്റ് വരുന്ന സമയത്താണ് നമ്മൾ എന്തിലോട്ട് പോകേണ്ടത്? എൻട്രിയിലോട്ട് പോകേണ്ടത്. നമ്മളവിടെ എടുത്ത് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലെവലിലോട്ട് ടെസ്റ്റ് വരേണ്ട ആവശ്യമില്ല. ഈ ബൗണ്ടറിൻ്റെ ഈ ലെവലിലോട്ട് ടെസ്റ്റ് വന്നാൽ മതി. അവിടുന്ന് ടെസ്റ്റ് വന്നാൽ തന്നെ നമുക്ക് എൻട്രിയിലോട്ട് പോകാം. അതേപോലത്തെ ഒരു ബിയറിഷ് ആയിട്ടുള്ള ഒരു എൻട്രി സെറ്റപ്പ് ആയിരുന്നു ഇന്ന് നിഫ്റ്റിയിലുണ്ടായിരുന്നു. ഇന്ന് നിഫ്റ്റിയിലും എന്ത് ചെയ്തു? ഈ ബ്രേക്ക് ഭയങ്കര ബിഗ്ഗറായിരുന്നു. ഈ ബിഗ്ഗറായിട്ടുള്ള ഈ ബ്രേക്കിൽ നമ്മൾ ഈ ഒരു ലെവൽ എടുക്കുന്ന സമയത്ത് നമ്മൾ റിസ്ക് റിവാർഡ് ഫേവറബിൾ അല്ല. അതുകൊണ്ട് റീടെസ്റ്റിന് വെയിറ്റ് ചെയ്യണം. റീടെസ്റ്റ് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു സോണ് ഒന്നും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യേണ്ട? ഈ ഒരു ലെവലിലോട്ട് ടെസ്റ്റ് വന്നിട്ട് ട്രേഡ് എടുക്കേണ്ട ആവശ്യമില്ല. ഈ ബൗണ്ടറിൻ്റെ ഈ ലെവലിൽ വന്ന ടെസ്റ്റ് വന്നിട്ട് ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള ബിയറിഷ്നെസ് മാർക്കറ്റിൽ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻട്രിയിലോട്ട് പോകാൻ പറ്റും. സോ നമുക്ക് ഈ ഒരു ക്യാൻഡിൽ ട്രേഡ് എടുക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ വീണ്ടും മാർക്കറ്റിൽ ടെസ്റ്റ് വരുന്ന സമയത്ത് ഇവിടെ ഈ ഒരു ബിയറിഷ് ആയിട്ടുള്ള ക്യാൻഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രേഡ് എടുക്കാൻ പറ്റും. സോ നമുക്ക് ഇവിടെ നോക്കുന്ന സമയത്ത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ മുകളിൽ വരും. നമ്മുടെ ടാർഗറ്റ് ഈ ഒരു ഇവിടെ ഉണ്ടാക്കിയ ഒരു ഡേലോൻ്റെ ആ ഒരു ലെവലിലോട്ട് നമുക്ക് ടാർഗറ്റായിട്ടും വെക്കാൻ പറ്റും. സോ ഇവിടെ ഇപ്പോൾ ആക്ച്വലി ഇവിടെ ഈ ഒരു സമയത്ത് നമുക്ക് എന്താണ്? ഇവിടെ നമ്മുടെ റിസ്ക് റിവാർഡ് ഫേവറബിൾ ആണ്. നമ്മൾ എടുക്കുന്ന റിസ്കിനനുസരിച്ചുള്ള റിവാർഡ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. സോ ഈ ഒരു പൊസിഷൻ കറക്റ്റായിട്ടുള്ള ഒരു പൊസിഷനാണ്. സോ നമ്മളെപ്പോഴും ട്രേഡ് എടുക്കുന്ന സമയത്ത് നമ്മുടെ റിസ്ക് റിവാർഡ് ഫേവറബിൾ അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ട്രേഡ് സെറ്റപ്പ് നമ്മൾ ലോ പ്രൊബാബിലിറ്റി ആയിട്ടുള്ള ട്രേഡ് സെറ്റപ്പായിട്ട് മാറ്റണം. അല്ലെങ്കിൽ ആ ട്രേഡ് സെറ്റപ്പ് എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. എപ്പോഴും നമ്മുടെ റിസ്ക് റിവാർഡ് ഫേവറബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന റിസ്കിനനുസരിച്ച് മിനിമം 1:1 എങ്കിലും റിവാർഡ് കിട്ടുന്ന സെറ്റപ്പുകളാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. സോ ഇന്നലെ എടുത്ത ഒരു ട്രേഡ് സെറ്റപ്പ് ഉണ്ടായിരുന്നു. ആ ഒരു ട്രേഡ് സെറ്റപ്പ് ബുള്ളിഷ് ട്രേഡ് സെറ്റപ്പ് ആയിരുന്നു. ആ സെയിം ട്രേഡ് സെറ്റപ്പ് തന്നെയാണ് ആക്ച്വലി ഇന്ന് വന്നത്. പക്ഷേ ഡയറക്ഷൻ ബിയറിഷ് ആയിരുന്നു എന്നുള്ളതാണ്. സോ ഇതായിരുന്നു ഇന്ന് നിഫ്റ്റിയിൽ നമുക്ക് ഉണ്ടായിരുന്ന ഒരു ട്രേഡ് പ്ലാൻ. രണ്ടാമത്തെ ഒരു ട്രേഡ് പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലെവലിൽ നിന്നുള്ള ബ്രേക്ക് ആയിരുന്നു. ഈ ഒരു ലെവലിൽ നിന്ന് ട്രേഡ്, അതായത് ഇതിൻ്റെ ഡേലോ ബ്രേക്ക് ചെയ്ത സമയത്ത് വീണ്ടും ഒരു പുൾ ബാക്ക് വന്നിട്ടുള്ളൊരു ബ്രേക്കായിരുന്നു. ഇതൊരു ചെറിയൊരു ടാർഗറ്റായിട്ട് നോക്കിയൊരു ട്രേഡായിരുന്നു. ഇവിടെ ഉള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CPRലോട്ട് മാർക്കറ്റ് എത്തുന്ന ഒരു CPRലോട്ട് ഉള്ള ഒരു ട്രേഡ്, അല്ലെങ്കിൽ CPRലോട്ടുള്ള പ്രഷർ ട്രേഡായിട്ടാണ് ഈ ഒരു ട്രേഡ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് മാർക്കറ്റ് ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ ഒരു പ്രഷർ കാണിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് CPR അടുത്തുള്ള ചാൻസസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു നല്ല രീതിയിലുള്ള ഒരു സപ്ലൈ ഉണ്ട്. ഈ ഒരു സപ്ലൈയിൽ നിന്ന്
മാർക്കറ്റ് നല്ല രീതിയിൽ പ്രഷർ വന്നിട്ടുണ്ടെന്നെങ്കിൽ, ഈ ഒരു സപ്ലൈ നല്ല രീതിയിൽ മാർക്കറ്റിന് പ്രഷർ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇവിടെ ഒരു CPRൻ്റെ ലെവൽസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് മാർക്കറ്റ് എന്തിലോട്ട് വരാൻ അട്രാക്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്, ഈ CPRലോട്ട് അട്രാക്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. സോ അങ്ങനത്തെ ഒരു ട്രേഡ് സെറ്റപ്പും കൂടെ ഇന്ന് മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. അതായത് ഇവിടെ ഈ ഒരു ലോവർ ലെവൽസുകൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ഒരു ലോവർ ലെവൽസുകൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും മാർക്കറ്റിന് എന്തുണ്ട്, ഹയർ ലെവൽസ് എന്നുള്ളൊരു പ്രഷറുണ്ട്. സോ ഇത്തരം പ്രഷറുകൾ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ പ്രൈസ് CPRലോട്ട് അട്രാക്റ്റ് ചെയ്യാനുള്ള ചാൻസസുകളുണ്ട്. സോ അങ്ങനത്തെ ഒരു ട്രേഡ് സെറ്റപ്പുമായിട്ടും നമുക്കിതിനെ കൺസിഡർ ചെയ്യാം. അത് ഈ ഒരു ബ്രേക്ക്, ഇവിടെ ഒരു ബ്രേക്ക് വന്നൊരു പുൾ ബാക്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, CPRലോട്ടുള്ള ഒരു ട്രേഡ്, ഒരു ചെറിയൊരു പ്രഷർ ട്രേഡായിട്ട് കൺസിഡർ ചെയ്തിട്ട് ഇവിടെയും ഒരു ട്രേഡ് നമുക്ക് അങ്ങനെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പും കൂടെ ഇന്ന് നിഫ്റ്റിയിൽ നമുക്കുണ്ടായിരുന്നു.